ഈ ഒറ്റ ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ബോഡിക്കായിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ മൊത്തത്തിൽ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നത്. ഹെവി വർക്കൗട്ടോ ജിമ്മിൽ പോയി ചെയ്യുന്നതോ ഒന്നുമല്ല. ജസ്റ്റ് ഫോർ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനും നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സും ഒക്കെ ഒരുപാട് ചേഞ്ചസാണ് നമ്മുടെ ബോഡിയിൽ വരുത്തുന്നത്. കോൺഫിഡൻസ്, സ്ട്രെങ്തനിങ്, ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നമുക്ക് തന്നെ നമ്മളുടെ ബോഡി നമുക്കെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുത്തും. അപ്പോൾ വലിയ ഞാൻ ജിമ്മിൽ പോകണമെന്നോ നമുക്ക് ഒരുപാട് ആക്സസറീസ് കാര്യങ്ങൾ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായാലും നമുക്ക് വീഡിയോസൊക്കെ നോക്കി നമുക്ക് കംഫർട്ടബിളായ ഒരു ഡ്രസ്സും ഇട്ട് ബോഡിക്ക് ചെറിയൊരു മൂവ്മെൻ്റ് എങ്കിലും നടത്തിയാൽ മതി. പതുക്കെ പതുക്കെ നമ്മൾ പിന്നെ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ വന്നോളും. ചെറിയ രീതിയിലുള്ള ഹെവി എക്സസൈസുകളൊന്നും വേണമെന്നില്ല. ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളാണ് വരുന്നത്. ഞാനും അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ എന്ന് തൊട്ടാണോ ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ടാണ് എനിക്ക് കോൺഫിഡൻസ്, നമ്മുടെ മനസ്സിനായിക്കോട്ടെ ശരീരത്തിനായിക്കോട്ടെ നമുക്ക് ഒരുപാട് ശരീരത്തിനൊക്കെ നമുക്ക് ബോഡി പെയിന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ്, ബാക്ക് പെയിൻ കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് ചിന്താശേഷികൾ, നമുക്ക് ചിന്തിക്കാനുള്ള, പോസിറ്റീവായി തിങ്ക് ചെയ്യാനുള്ള, പ്രൊഡക്റ്റീവ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒക്കെ കോൺഫിഡൻസ് എല്ലാം ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക, എന്ത് കാര്യമാണെങ്കിലും ചെറുതിൽ നിന്ന് തുടങ്ങുക. പെട്ടെന്ന് വലുതിലേക്ക് വലുത് ആദ്യം തന്നെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. പതുക്കെ പതുക്കെ നമുക്ക് ഗ്രാജ്വലി ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ് അതിൽ റിസൾട്ട് വരിക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്റ്റോളിലേക്ക് പോകുന്നതിന് മുമ്പാണ് എവറി ഡേ ഞാൻ ചെയ്യുന്നത് കേട്ടോ. മോർണിംഗ് ചില സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഈവനിങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഒരു 10 മിനിറ്റ് ഞാനിതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. വളരെ വലിയ ചേഞ്ചസാണ് എൻ്റെ ബോഡിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ മറ്റൊരാളെയും നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും.